അമൃത, അതിനിടയിൽ അതിലേക്ക് പോകുന്നതിന് മുമ്പ് മറ്റൊരു രസകരമായ കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഈ വിവാദത്തിൽ ഇപ്പോൾ സർക്കാർ തലത്തിൽ നിന്നുകൂടി ഒരു ഏറ്റുപിടിക്കൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. വ്യവസായ മന്ത്രി പി രാജീവിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ലഭ്യമാണ്. അതിനകത്ത് പറയുന്നത് ഖാദി പഴയ ഖാദിയല്ല, എല്ലാ കളറിലും വ്യത്യസ്ത ഡിസൈനുകളിലും നല്ല ഖാദി വസ്ത്രങ്ങൾ ഇന്ന് കേരളത്തിൽ ലഭ്യമാണ് എന്നുള്ളതാണ്. അദ്ദേഹം ഒരു നല്ല ഡിസൈനിലുള്ള ഖാദി ഷർട്ടൊക്കെ ധരിച്ചുള്ള ഫോട്ടോയും അതിനൊപ്പം തന്നെ ഇട്ടിട്ടുണ്ട്. ഏതായാലും ഭരണപക്ഷത്തു നിന്നുകൂടും ഈ കോൺഗ്രസിലെ ഖത്തർ വിവാദത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും കോൺഗ്രസിൽ അജയ് തറയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹമാണെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ പോലെ യുവാക്കളുടെ വൈബിനൊപ്പമൊന്നും കൂടാതെ കോൺഗ്രസിൻ്റെ ആശയവും പ്രത്യയശാസ്ത്ര നിലപാടും ഈ അടുത്ത കാലത്ത് ഇറക്കിയ കോൺഗ്രസിൻ്റെ സർക്കുലറുകളും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഖദർ ധരിക്കണമെന്ന KPCCയുടേത് അടക്കമുള്ള സർക്കുലറുകൾ അടക്കം എടുത്തുകൊണ്ട് അദ്ദേഹം ഇതെല്ലാം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും യുവാക്കളുടെ വൈബല്ല ഖദറിൻ്റെതായ മേന്മകളും ഒക്കെ ഉണ്ട് എന്ന് സ്ഥാപിക്കാനാണ് അജയ് തറയിൽ ഈ ഘട്ടത്തിലും ശ്രമിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിനൊപ്പം എന്ത് ചെയ്യാം, കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം ഇല്ല എന്ന് KPCC അധ്യക്ഷൻ്റെ ഖദർ ധരിക്കുന്ന KPCC അധ്യക്ഷൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കിയതാണ്. അതേപോലെ തന്നെ VD സതീശനും യുവാക്കളുടെ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബൈറ്റിലും അത് പ്രകടമായിരുന്നു. ഏതായാലും കോൺഗ്രസിലെ ഖദർ വിവാദം ഇനി അടുത്ത കോൺഗ്രസിൻ്റെ KPCCയുടെ ഭാരവാഹി യോഗത്തിൽ കൂടി പ്രതിഫലിക്കുമോ എന്നാണ് അറിയാനിരിക്കുന്നത്. അവിടെ ഇതേ സമീപനമൊക്കെ തന്നെ യുവ നേതാക്കളോട് മുതിർന്ന നേതാക്കൾ സ്വീകരിക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഏതായാലും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾ എപ്പോഴും അതിന് മുന്നോട്ട് പോകാൻ അനിവാര്യമാണ് എന്ന് തോന്നിപ്പിക്കുമാറാണ് പല വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നത്. അത്തരം ഒരു തർക്കങ്ങളായും ആശയ പോരാട്ടമായും ഒക്കെ ഇതിനെയും നമുക്ക് വിലയിരുത്തേണ്ടി വരും അമൃത. ശരി, ഏതായാലും ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ ഈ ഖദർ വിവാദം ഏത് രീതിയിലേക്കായിരിക്കും പോവുക എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. KR സാജു ആണ്.